ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഉമ്മർ പുന്നയിലാണ്. ഇന്ന് നമുക്ക് എൻ്റെ കുറച്ച് കൃഷികളെ പരിചയപ്പെടാം. നിങ്ങൾ അറിയേണ്ടതും കാണേണ്ടതുമായ ചില കാഴ്ചയിലേക്ക് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. എല്ലാ സുഹൃത്തുക്കൾക്കും ഉമ്മർ ബ്ലോഗിലേക്ക് സ്വാഗതം. കാർഷിക വൃത്തിയിൽ ഊന്നിയ ഒരു സംസ്കാരമായിരുന്നു നമ്മുടേത്. മുൻപ് നമ്മുടെ വീട്ടുവളപ്പിൽ തന്നെ നമുക്ക് ആവശ്യമായ വിവിധ ഇനം പച്ചക്കറികൾ നമ്മൾ തന്നെ കൃഷി ചെയ്തിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. നമുക്ക് ആവശ്യമായ പച്ചക്കറികൾ നാം തന്നെ ഉണ്ടാക്കി കഴിക്കുക എന്ന ശീലം മെല്ലെ മെല്ലെ ഇല്ലാതായി. പിന്നീട് നമ്മൾ പൊതുവിപണിയെ ആശ്രയിക്കുകയും നമുക്ക് ആവശ്യമായ എല്ലാ പച്ചക്കറികളും നമ്മൾ വിപണിയിൽ നിന്ന് വാങ്ങി കഴിക്കാനും തുടങ്ങി. ഇന്ന് പച്ചക്കറി മാത്രമല്ല, മുട്ട, പാല്, കോഴിയിറച്ചി, അരി, പഴവർഗ്ഗങ്ങൾ തുടങ്ങിയ നമുക്ക് ആവശ്യമായത് എന്തിനും നമ്മൾ അന്യ സംസ്ഥാനത്തെ ആശ്രയിക്കുന്ന ഒരവസ്ഥയിലെത്തി. നമ്മൾ പണം കൊടുത്ത് വാങ്ങുന്നത് ഈ പച്ചക്കറികൾ മാത്രമല്ല, ക്യാൻസർ, ജന്മവൈകല്യ രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, നാഡീ രോഗങ്ങൾ തുടങ്ങിയവ കൂടിയാണെന്ന് ഓർക്കുക. നമ്മളും വരും തലമുറയും ഈ വിഷലിപ്തമായ പഴം പച്ചക്കറികൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് പിന്മാറേണ്ടിയിരിക്കുന്നു. അതിനായി നമുക്ക് ചെയ്യാനുള്ളത് വളരെ ലളിതമായ ഒരു കാര്യം. സ്വയം പച്ചക്കറി കൃഷിയിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. അല്പമൊന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് നമ്മുടെ വീട്ടുവളപ്പിലോ ടെറസിന് മുകളിലോ ജൈവ പച്ചക്കറി കൃഷി വിജയകരമായി ചെയ്ത് നല്ല വിളവെടുക്കാൻ കഴിയുന്നതാണ്. കാര്യമായി ജൈവ പച്ചക്കറി കൃഷിയെ പറ്റി അറിയാത്തവർക്ക് എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ നിന്ന് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കുന്നതാണ്. എൻ്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ എനേബിൾ ആക്കുകയും ചെയ്തെങ്കിലേ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കൂ. ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ യോഗ്യതയുള്ള കേരളത്തിലാണ് ക്യാൻസർ രോഗികൾ പെരുകുന്നത് എന്ന ദുഃഖസത്യം ഈ പച്ചക്കറിയിലൂടെയുള്ള ഈ ഉഗ്രവിഷം കഴിക്കുന്നത് മൂലമാണെന്ന കാര്യം ഓർക്കുക. ഈ സാഹചര്യത്തിൽ സ്വന്തമായി കൃഷി ചെയ്യുന്നതിന് വളരെയധികം പ്രസക്തി കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് നമുക്ക് കൃഷി ചെയ്തുകൂടാ? അങ്ങനെ കൃഷി ചെയ്തുണ്ടാക്കിയാൽ അതിൻ്റെ ഗുണം നമുക്കും നമ്മുടെ കുടുംബത്തിനുമല്ലേ. ഇനി അങ്ങോട്ട് 5-6 മാസം പച്ചക്കറി കൃഷിയുടെ സീസൺ ടൈമാണ്. ഈ സീസൺ ടൈം നമ്മുടെ കഴിവിനനുസരിച്ച് എല്ലാവരും ഉപയോഗപ്പെടുത്തുക, എല്ലാവരും കൃഷിയിലേക്ക് ഇറങ്ങുക. സുഹൃത്തുക്കളെ, ഇന്നു തന്നെ എല്ലാവരും അടുക്കളത്തോട്ട നിർമ്മാണം തുടങ്ങണം. എൻ്റെ അടുക്കളത്തോട്ടത്തിലെ ചില കൃഷികളെയാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്. ഇനി ചില പച്ചക്കറികളുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് പറയാം. ആദ്യമായി തക്കാളിയുടെ ഗുണങ്ങളെ പറ്റി പറയാം. ചില വിഭവങ്ങളൊക്കെ രുചികരമാക്കണമെങ്കിൽ നമുക്ക് തക്കാളി ചേർക്കുക തന്നെ വേണം. ചിലവർക്ക് തക്കാളി വെറുതെ കഴിക്കാനും ഇഷ്ടമാണ്. ഞാനും പഴുത്ത തക്കാളി ധാരാളം പൊട്ടിച്ച് കഴിക്കാറുണ്ട്. എനിക്കും വളരെ ഇഷ്ടമാണ്. തക്കാളി പലവിധ ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ അത്ര ബോധവാന്മാരല്ല. തക്കാളിയിൽ വിറ്റാമിൻ എ, കെ, B1, B3, B5, B6, B7, വിറ്റാമിൻ സി എന്നിവ പോലുള്ള പ്രകൃതിദത്തമായ പോഷകങ്ങളും ധാതുക്കളും കൊണ്ട് സമ്പുഷ്ടമാണ് തക്കാളി. വിറ്റാമിനുകളുടെയും ധാതുക്കളുടെയും സമ്പന്നമായ തക്കാളിക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. അടുത്തത് കൈപ്പക്കയെക്കുറിച്ച് പറയാം. കയ്പുണ്ടെങ്കിലും കയ്പേറിയ പോഷകങ്ങളും ആരോഗ്യ ഗുണങ്ങളും കയ്പക്കയിൽ ധാരാളമുണ്ട്. കയ്പക്കയിൽ കലോറി കുറവാണ്, പക്ഷേ നാരുകളും ആവശ്യധാതുക്കളും ആൻറ്റി ഓക്സിഡൻറ്റുകളും കൂടുതലാണ്. കാൽസ്യം, മഗ്നീഷ്യം, പൊട്ടാസ്യം, വിറ്റാമിൻ എ, വിറ്റാമിൻ സി, പിച്ചള എന്നിവയാൽ സമ്പുഷ്ടമാണ് കയ്പക്ക. ആരോഗ്യമുള്ള പല്ലുകൾ, എല്ലുകൾ, രക്തകോശങ്ങൾ, രോഗപ്രതിരോധ ശേഷി, പേശികൾ, ഞരമ്പുകൾ, തലച്ചോറ് എന്നിവയ്ക്ക് ഈ പോഷകങ്ങൾ വളരെ അത്യാവശ്യമാണെന്ന കാര്യം ഓർക്കുക. ഇനി മത്തങ്ങയെക്കുറിച്ച് പറയാം. നിരവധി പോഷകങ്ങൾ അടങ്ങിയ പച്ചക്കറിയാണ് മത്തങ്ങ. ജീവകങ്ങളെ കൊണ്ടും ധാതുക്കളെ കൊണ്ടും സമ്പുഷ്ടമാണ്. മത്തങ്ങ നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് വളരെയധികം ഗുണകരമാണ്. വിറ്റാമിൻ സി, ഇ, ബീറ്റ കരോട്ടിൻ എന്നിവയുൾപ്പെടെ ചർമ്മത്തിന് അനുകൂലമായ പോഷകങ്ങൾ മത്തങ്ങയിൽ ധാരാളമുണ്ട്. ഇവയെല്ലാം നമ്മുടെ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് വളരെയധികം ഗുണം ചെയ്യും. മത്തങ്ങാക്കുരു ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. വിദേശികളൊക്കെ ധാരാളം മത്തങ്ങാക്കുരു കഴിക്കുന്നവരാണ്. മത്തങ്ങയും മത്തങ്ങയുടെ കുരുവും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറക്കുന്നു. അതുകൊണ്ട് പ്രമേഹ രോഗികൾക്ക് മത്തങ്ങ കഴിക്കാവുന്നതാണ്. പലപ്പോഴും വയറിൻ്റെ അസ്വസ്ഥതക്ക് കാരണം കിഴങ്ങ് വർഗ്ഗങ്ങളാണ് എന്നാണ് നമ്മുടെയൊക്കെ ധാരണ. എന്നാൽ ഇത് പലപ്പോഴും ശരിയായ ഒരു കാര്യമല്ല. കാരണം വയറിൻ്റെ അസ്വസ്ഥതയെ ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്ന മാർഗങ്ങളിൽപ്പെട്ട
ഒന്നാണ് കൂർക്ക. ഇത് ഏത് അസ്വസ്ഥതക്കും പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നു. കറി വെച്ചും മെഴുക്ക് പുരട്ടിയായും ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. തൊണ്ടവേദനയും തൊണ്ടയിൽ അണുബാധയുള്ളവരും കൂർക്ക തിളപ്പിച്ച വെള്ളം കൊണ്ട് കവിൾ കൊണ്ടാൽ അവരെ അസുഖം മാറാൻ വളരെയധികം അത് സഹായിക്കും. കൂർക്ക കഴിക്കുന്നത് അണുബാധ കുറയ്ക്കുകയും അതേപോലെ തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും. അതേപോലെ കൂർക്ക കഴിക്കുന്നത് കൊണ്ട് ചീത്ത കൊളസ്ട്രോൾ കുറയുകയും നല്ല കൊളസ്ട്രോൾ വർദ്ധിക്കുകയും ചെയ്യും. മധുരക്കിഴങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോഷകമാണ് വിറ്റാമിൻ സി. അമിതവണ്ണം, കൊളസ്ട്രോൾ, ഉയർന്ന രക്തസമ്മർദ്ദം എന്നിവയുള്ള ആളുകൾക്ക് അവയെ നിയന്ത്രിക്കുവാൻ മധുരക്കിഴങ്ങിലെ പോഷകങ്ങളും ഉയർന്ന ഫൈബർ ഉള്ളടക്കവും സഹായിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. അന്നജവും നാരുകളും മധുരക്കിഴങ്ങിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. പ്രമേഹ രോഗികൾക്ക് വളരെ മികച്ചൊരു ഭക്ഷണമാണിത്. ഇനി ചുരക്കയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചുരക്ക ജീവകം ബിയുടെ കലവറയാണ്. ചുരക്കയിൽ മാംസം, കൊഴുപ്പ്, കാർബോഹൈഡ്രേറ്റ്, നാരുകൾ എന്നിവ ധാരാളമുണ്ട്. ഔഷധ ഗുണം ഏറെയുള്ള ചുരക്കക്ക് വിരശല്യം ശമിപ്പിക്കാനുള്ള കഴിവുണ്ട്. ശരീരഭാരം കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വെറും വയറ്റിൽ ചുരക്ക ജ്യൂസാക്കി കുടിക്കാവുന്നതാണ്. ചുരക്ക കോൽപ്പുളി ചേർത്ത് പാകം ചെയ്ത് കഴിച്ചാൽ പിത്തകോപത്താൽ ഉണ്ടാകുന്ന എല്ലാ രോഗങ്ങൾക്കും നല്ലതാണ്. പ്രത്യേകിച്ച് മഞ്ഞപ്പിത്തം, മഹോദരം എന്നീ രോഗങ്ങൾക്ക് നല്ല ഫലം ചെയ്യും. ഒരുപാട് രോഗങ്ങൾക്ക് ഗുണകരമായ ചുരക്ക നമ്മൾ എന്നും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നന്നായിരിക്കും. ഇനി കുമ്പളങ്ങയെക്കുറിച്ച് പറയാം. ബുദ്ധിയും ശക്തിയും വർദ്ധിക്കാൻ കുമ്പളങ്ങ സഹായിക്കും. ആയുർവേദത്തിൽ സവിശേഷ സ്ഥാനമുള്ള വള്ളിച്ചെടിയാണ് കുമ്പളങ്ങ. വള്ളിച്ചെടികളിൽ ഏറ്റവും മികച്ചത് കുമ്പളങ്ങയാണെന്നാണ് ആയുർവേദം പറയുന്നത്. കുമ്പളത്തിൻ്റെ ചെറിയ ഇനമായ നെയ്ക്കുമ്പളത്തിനാണ് ഏറ്റവും കൂടുതൽ ഔഷധ ഗുണമുള്ളത്. ബുദ്ധിഭ്രമം, അപസ്മാരം, ശ്വാസകോശ രോഗങ്ങൾ, പ്രമേഹം, മൂത്രതടസ്സം, ആമാശയ രോഗങ്ങൾ, അർസസ് എന്നിവയുടെ ചികിത്സക്ക് ആയുർവേദ ഔഷധങ്ങളിൽ കുമ്പളങ്ങയുടെ സാന്നിധ്യമുണ്ട്. ചേനയുടെ ഗുണങ്ങളെക്കുറിച്ച് പറയാം. പ്രോട്ടീൻ സമ്പുഷ്ടമാണ് ചേന. ചേനയിൽ മാത്രമല്ല തണ്ടിലും ഇലയിലും ധാരാളം പ്രോട്ടീനുണ്ട്. കറിയായും തോരനായും ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ ചേനയിൽ കൊളസ്ട്രോളിൻ്റെ അളവ് വളരെ കുറവാണ്. ചീത്ത കൊളസ്ട്രോൾ ഉള്ളവർ ചേന കഴിക്കുന്നത് ചീത്ത കൊളസ്ട്രോൾ കുറക്കാനും നല്ല കൊളസ്ട്രോൾ കൂട്ടാനും സഹായിക്കും. നല്ല ഔഷധ ഗുണമുള്ള ചേന ആയുർവേദത്തിലും സിദ്ധവൈദ്യത്തിലും യുനാനിയിലും എല്ലാം ഉപയോഗിക്കുന്നു. ചേനയിൽ ധാരാളം മിനറൽസും കാൽസ്യവും അടങ്ങിയിട്ടുണ്ട്. ഇത് ശരീര വളർച്ചയ്ക്കും എല്ലുകൾക്ക് ശക്തി നൽകാനും പ്രയോജനകരമാണ്. എല്ലാ പച്ചക്കറിയുടെയും ഗുണങ്ങൾ ഇവിടെ പറഞ്ഞാൽ വീഡിയോ ലെങ്ത് കൂടും. ഇനി മറ്റൊരു വീഡിയോയിലാവാം. എന്താല്ലേ പച്ചക്കറിയുടെ ഗുണങ്ങൾ? ഇത്രയധികം ഗുണങ്ങളുള്ള പച്ചക്കറിക്ക് പകരം മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന വിഷത്തിൽ മുക്കിയെടുത്ത പച്ചക്കറി പോയി വാങ്ങിക്കഴിച്ചാൽ ഈ ഗുണം കിട്ടുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? വിഷമില്ലാത്ത ആഹാരം കഴിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും നിങ്ങളുടെ സ്വന്തം വീട്ടിൽ കൃഷി ചെയ്തുണ്ടാക്കുക തന്നെ വേണം. ആരോഗ്യകരമായ ഭക്ഷണം ഔഷധത്തിന് തുല്യം. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. എല്ലാവർക്കും നന്മകൾ നേരുന്നു.